Hey everyone, welcome back to another grammar class. This is me, Jesslyn Jose. So in today's class, we are going to dive into one of the tiniest but most powerful words in English. Do you know what it is? The word a. So എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഈ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ്, എസ്പെഷ്യലി എയും ആനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എഴുതണം, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ അല്ലേ. So everyone will get the confusion like when do we use it, like why can't we say a milk, or what's the secret behind a university and an umbrella. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. സ്റ്റിക്ക് അറൗണ്ട്. ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് യു വിൽ മാസ്റ്റർ ദ യൂസേജ് ഓഫ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ. തുടങ്ങാം അല്ലേ. എ ഓർ നോട്ട് എ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ശരിയാണ്, എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ എഴുതണോ ആൻ എഴുതണം. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എ യൂണിവേഴ്സിറ്റി ആണോ ആൻ യൂണിവേഴ്സിറ്റി ആണോ, എ അംബ്രല്ല ആണോ ആൻ അംബ്രല്ല ആണോ. ബിക്കോസ് നമ്മൾ കാണുന്നത് എന്താണ്, രണ്ട് ലെറ്ററും അല്ലെ രണ്ട് വേർഡ്സും തുടങ്ങുന്നത് സെയിം ലെറ്ററിൽ തന്നെയാണ്. യു എന്ന് പറഞ്ഞ ലെറ്ററിലാണ് രണ്ട് വേർഡ്സും തുടങ്ങുന്നത്. സോ എന്തുകൊണ്ട് അവിടെ രണ്ടിടത്തും ആൻ യൂസ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എ പറഞ്ഞുകൂടാ? ഇതിനെല്ലാം നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എ, വാട്ട് ഈസ് എ എന്നുള്ളത് നോക്കാം. സോ എ എന്താണ്? നമ്മുടെ നൗണിന് മുന്നേ വരുന്ന ഒരു പാർട്സ് ഓഫ് സ്പീച്ചാണ്. സോ എ ഈസ് ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ്ഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. വെറും നൗൺ അല്ല, സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺസിന് മുന്നേ വരുന്ന ഒരു പാർട്സ് ഓഫ് സ്പീച്ചാണ്. എസ്പെഷ്യലി ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു സംതിങ് നോൺ സ്പെസിഫിക് ഓർ അൺനോൺ ടു ദ ലിസ്റ്റ്. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഈ നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് അൺനോൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ എന്ത് പറയുക, എ എന്നൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആ ഒരു നൗണിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുക. സോ വി യൂസ് എ വെൻ ടോക്കിംഗ് അബൌട്ട് വൺ തിങ്, ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ട് പറയണം. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഒരു പറയില്ലേ, അതേ ജോബ് തന്നെയാണ് ഇംഗ്ലീഷിലെ എ ചെയ്യുന്നത്. ആൻഡ് another usages, if the thing that we mention is not known or not specific, then also we can use a before the noun. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എ ആണോ ആൻ ആണോ, ഈ ഒരു കൺഫ്യൂഷൻ്റെ പ്രശ്നം എങ്ങനെയാണ് വരുന്നതെന്നല്ലേ. ആക്ച്വലി അതൊരു റൂളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ആക്ച്വലി നോട്ട് അബൌട്ട് ദ സ്പെല്ലിംഗ്. നമുക്ക് എപ്പോഴും സ്പെല്ലിങ്ങിലാണ് പ്രശ്നം വരുന്നത്. അംബ്രല്ല UMBRELLA, യൂണിവേഴ്സിറ്റി UNIVERSIT, രണ്ട് വേർഡ്സിൻ്റെയും ഫസ്റ്റ് വേർഡ് യു ആണ്. അപ്പം നമ്മൾ വൗവൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് ആൻ ഇടുന്നു അല്ലെങ്കിൽ എ ഇടുന്നു, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. പക്ഷേ ആക്ച്വലി സ്പെല്ലിങ്ങിലല്ല കാര്യം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വേർഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ അട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡ്സിൽ സൗണ്ടിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്പെല്ലിംഗ്, ഇറ്റ്സ് അബൌട്ട് ദി സൗണ്ട്. എന്താണ്, ഒരു കോൺസണൻറ്റ് സൗണ്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, എ. നൗണിന് മുന്നേ എ എന്ന് പറഞ്ഞ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൗവൽ സൗണ്ട് ആണെങ്കിലോ അപ്പോൾ ആൻ പറയും. ഇതാണ് ഡിഫറൻസ്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. എ യൂണിക്കോൺ. എ യൂണിക്കോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂണിക്കോൺ പറയുക? യൂണിക്കോൺ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് യു ആണ്. യു ഇങ്ങനെ പോകും. ഈ ഒരു രീതിയിലാണ് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്. യു ഒരു കോൺസണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എ ആകും. ഇനി എന്തുകൊണ്ട് ആൻ അവറും ആൻ MBAയും പറയും? ആൻ അവർ എന്ന് പറയുമ്പോൾ അവറിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാണ്? എ ആണ്. എ എന്ന് പറയുമ്പോൾ ഒരു വൗവൽ സൗണ്ടാണ്. ആ വൗവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ? ആൻ ആഡ് ചെയ്യും. ഇറ്റ്സ് സെയിം ഫോർ ദ വേർഡ് അല്ലെങ്കിൽ അക്രോണിം MBA എന്ന് പറയുമ്പോൾ എം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോൺസണൻ്റ് ആണ്. പക്ഷേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എ ആണ്. ഒരു വൗവൽ സൗണ്ടാണ്. സോ അതുകൊണ്ടാണ് ആൻ അവറിനും MBAയ്ക്കും മുന്നേ നമ്മൾ എന്ത് ചേർക്കുന്നത്? ആൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ചേർക്കുന്നത്. ആൻഡ് യൂണിക്കോൺ, യൂറോപ്യൻ സിറ്റി എന്നൊക്കെ പറഞ്ഞ വേർഡുകളിന് മുന്നേ നമ്മൾ എ ചേർക്കുന്നത്. മനസ്സിലായോ? ഇനി തെറ്റിക്കരുത് കേട്ടോ. So this is the first and foremost that rule that we have to understand. It's not about the spelling, it's all about the sound that we produce when you utter a word. Okay? Yes. ഇനി നമുക്ക് ഓരോന്നായിട്ട് എയുടെ യൂസേജ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. എവിടെയൊക്കെയാണ് നമുക്ക് എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് യൂസേജ്, വെൻ
you talk about something for the first time. നമ്മൾ ആദ്യമായിട്ട്, if you are referring to a thing for the first time in your life, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് ഒരാളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? എ. See the example. I saw a cat in the garden. ഗാർഡനിൽ ഞാനൊരു പൂച്ചയെ കണ്ടു. അതാണ് നമ്മൾ മലയാളത്തിൽ പറയുക അല്ലേ? സോ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന ആളോട് നമ്മളിത് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ then you can use the article A. I saw a cat in the garden. She bought a book. അവൾ ഒരു ബുക്ക് വാങ്ങിച്ചു. സോ ഇതാണ് ഫസ്റ്റ് യൂസേജ്. അടുത്തത് നോക്കാം. യൂസ് നമ്പർ 2. Any one of many, not a specific one, just അത് ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. I need a phone. എനിക്കൊരു ഫോൺ വേണമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് I need a phone. പക്ഷേ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല ഏത് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് ഫോൺ ബ്രാൻഡ്സ് അവൈലബിൾ ഉണ്ട് അല്ലേ? നമ്മുടെ മാർക്കറ്റിൽ സാംസങ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞത് I need a phone എന്ന് മാത്രമേ ഉള്ളൂ. സോ അല്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ കാണാം. Can you give me a pen? ഒരു പെൻ തരാമോ? ഏത് ഇങ്കിലുള്ള പെന്നാണെന്ന് പോലും നിങ്ങൾ പറഞ്ഞില്ല. Can you give me a pen? അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താണ്? യു ആർ നോട്ട് ആസ്കിങ് ഫോർ എ സ്പെസിഫിക് ഫൺ, ഏതെങ്കിലും ഒരെണ്ണം, ജസ്റ്റ് എനി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? എ യൂസ് ചെയ്യാം. എനി വൺ ഓഫ് മീൻ, ഒരുപാട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, അങ്ങനെയാണ്. നോട്ട് എ സ്പെസിഫിക് വൺ, ജസ്റ്റ് എനി. ദീസ് ആർ ദി എക്സാമ്പിൾസ്. ഐ നീഡ് എ ഫോൺ. ക്യാൻ യു ഗീവ് മീ എ പെൻ? ക്ലിയർ? ഇനി മൂന്നാമതായിട്ട് എവിടെയാണ് നമുക്ക് എ യൂസ് ചെയ്യാൻ പറ്റുക നോക്കാം. നോക്കിക്കേ. യൂസ് എ ബിഫോർ സ്റ്റേറ്റിംഗ് സംവൺസ് ജോബ് ഓർ റോൾ. ഒരാളുടെ പ്രൊഫഷനെ പറ്റിയിട്ട്, അവർ ചെയ്യുന്ന ജോലിനെ, അവരുടെ റോളിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടബിൾ നൗണിന് മുന്നേ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. ഹി ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എ ടീച്ചർ. ഐ ആം എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഒരു എ എന്ന് വെച്ച ആർട്ടിക്കിൾ യൂസ് ചെയ്ത് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. So that is the third usage of A. Let's see what's next. Rates, frequency and quantity. When referring to rates or repeated actions, എന്ത് നമുക്ക് പറയാം? എ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ നമുക്ക് യൂസ് ചെയ്യാം. Here the examples. I go to the gym twice a week. ആഴ്ചയിൽ 2 തവണ ഞാൻ ജിമ്മിൽ പോകും. അത് എത്ര ആ റേറ്റല്ലേ പറയുന്നത്? And he earns 500 a day. This costs 50 a kilo. ഈ ക്വാണ്ടിറ്റിയും ഫ്രീക്വൻസിയും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എ പറയാം. And the last one, we use A before singular countable nouns. You can't use a singular countable noun without A. അല്ലെങ്കിൽ വേറെ ഡിറ്റർമിനേഴ്സും ഉണ്ട്. എസ്പെഷ്യലി എയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു സിംഗുലർ കൗണ്ടബിൾ നൗൺ പറയുന്നതിനൊപ്പം തന്നെ എന്തും പറയണം, എന്തും ആഡ് ചെയ്യണം, എയും കൂടെ ആഡ് ചെയ്യണം. ഐ ഹാവ് ബാഗ് എന്ന് നമ്മൾ പറയില്ല. ഇറ്റ്സ് ഓൾവേസ് ഐ ഹാവ് എ ബാഗ്. ഐ ഹാവ് എ ബുക്ക് വിത്ത് മീ അല്ലേ? അപ്പോൾ എ ഉറപ്പായിട്ടും ഇനി തൊട്ട് ആഡ് ചെയ്യാൻ മറക്കല്ല. നൗ വി ഹാവ് ലേൺ വാട്ട് ഇസ് ദ എക്സാക്ട് യൂസ്, വേർ എക്സാക്ട്ലി വി മസ്റ്റ് യൂസ് ഓർ പുട്ട് എ ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ ഞാനൊരു കാര്യം തരട്ടെ. ഇനി അടുത്ത സ്ലൈഡിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഈ ഓരോ നൗൺസിന് മുന്നേ ഏത് ആർട്ടിക്കിളാണ് വരുന്നതെന്ന്, എ ഓർ ആൻ ആണോ എന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നേ ഏത് നൗണാണ്, ഓണസ്റ്റ് മാനിന് മുന്നേ ഏത് നൗണാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് അപ്പോൾ നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം അല്ലേ? Okay, so that's all about the usage of the indefinite article A. അപ്പോൾ ഇനി ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി മറന്നാലോ എന്ത് ചെയ്യണം? ഓടി നമ്മളുടെ വീഡിയോ കാണുക, തറവായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഒന്ന് ഫില്ല് ചെയ്താൽ മതി, നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.